സംതൃപ്തനും സന്തോഷവാനുമായ കുടുംബനാഥനാണ് ഇവിടെ ടി.കെ. ജോൺ. നാടക ജീവിതം ആരംഭിക്കുന്ന കാലത്തു തന്നെ തീരെ ചെറുപ്പത്തിൽ ഇദ്ദേഹം വിവാഹിതനുമായി. നാടക പ്രവർത്തനങ്ങളിൽ ഭാര്യയുടെ പിന്തുണ എന്നും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. നാടകരംഗത്തേക്ക് വന്ന ശേഷമാണ് ഇങ്ങനെ കല്യാണാലോചന വന്നത്. അപ്പോൾ നാടകക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പെണ്ണ് കരിയല്ലായിരുന്നു എന്നുള്ളത് സത്യം. അതറിയാതെയാണ് കല്യാണം കഴിച്ചത്. പിന്നീടാണ് അറിഞ്ഞത് ഞാൻ നാടകക്കാരനാണെന്നുള്ള ഒരു വലിയ അപകടകാരിയായ നാടകക്കാരനല്ലെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പിന്നെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഡയലോഗൊക്കെ പഠിക്കാനായിട്ട് താമസമായതുകൊണ്ട് ഒന്ന് സഹായിച്ചൊക്കെ തരും. ഡയലോഗ്സ് എല്ലാം വായിച്ച് തരും. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരും. 30 വർഷമായിട്ട് റിഹേഴ്സൽ ക്യാമ്പുകളുടെയാണ്. ആ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അവരുടെ ആഹാരം എല്ലാം ചെയ്തു കൊടുക്കുന്ന വൈഫാണ്. അച്ഛനും മുത്തച്ഛനുമായി ആനന്ദപൂർണമാണ് ഇദ്ദേഹത്തിന് കുടുംബജീവിതം. കലാകാരനായ പിതാവിന്റെ പാത പിന്തുടരുകയായിരുന്നില്ല മക്കൾ. സ്വന്തം ജീവിത വഴിയിൽ വിജയിച്ച മക്കളെ ഓർത്ത് ടി.കെക്ക് നിറഞ്ഞ അഭിമാനമാണ്. 4 പെണ്ണും 2 ആണും. അവരുടെ എല്ലാം വിവാഹം കഴിഞ്ഞ് മൂത്ത മകനാണ് ഇവിടെ കുടുംബത്തിൻ്റെ കൂടെ ഉള്ളത്. ഇളയമകൻ വേറെ മാറി താമസിക്കുന്നു. അതിലെ ജോലി ചെയ്യുന്നു. മറ്റേ പെൺകുട്ടികളെല്ലാം ഒന്ന് എറണാകുളത്ത്, ഒന്ന് കടുത്തുരുത്തി, ഒന്ന് ആയാങ്കുടി, ഒന്ന് തെക്കമ്പുറൂർ. ഇളയ മോള് ക്യാൻഡയിലാണ്. നാടക ജീവിതം കയ്പും മധുരവും നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളാണ് ഈ കലാകാരന് നൽകിയത്. നാടക മേഖലയ്ക്ക് ഇദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് പുരസ്കാരങ്ങളും ഏറെ കിട്ടി. കലാകേരളം നൽകിയ എല്ലാ അവാർഡുകളും ടി.കെ. ജോൺ സന്തോഷത്തോടെ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു. പെൻഷനുണ്ട്. അതിൻ്റെ തുക പറയാമെന്നാണ് 550 രൂപയാണ്. അത് കൂട്ടി കിട്ടണമെന്ന് പറഞ്ഞ് പല രീതിയിൽ മെമ്മോറണ്ടമൊക്കെ അവതരിപ്പിച്ചാണ്. അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞല്ലാതെ ചെയ്തിട്ടില്ല. ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സിനിമാക്കാർക്കാണ് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. വേറെ സംഘടനകളുണ്ട്. അവരെ സഹായിക്കാനായിട്ട് സംഘടന തയ്യാറാണ്. ഇവിടെ നാടകക്കാർക്ക് ഒരു സംഘടന ഇല്ല. കൊച്ചിൻ സംഘമിത്രയുടെ കണി കാണും നേരം എന്ന നാടകത്തിലാണ് ടി.കെ. ജോൺ അവസാനമായി വേഷമിടുന്നത്. ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് കണ്ടെടുത്ത് 50 ആണ്ടുകൾക്കപ്പുറം നീണ്ട നാടക ജീവിതത്തിന് ഈ കലാകാരൻ വിരാമമിട്ടു. നാടകസമിതിയിൽ നിന്ന് പിരിഞ്ഞത് ശാരീരിക അസ്വസ്ഥത, മറ്റസുഖങ്ങൾ, അതുകൊണ്ടാണ് പിരിഞ്ഞ്. എന്നാലും നാടകമൊക്കെ കാണാനായിട്ട് പോകും. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായും തൃപ്തനാണ്. കാരണം വിവിധ വേഷങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം 100% സക്സസ് ആയിരുന്നു.